കോഴിക്കോട് മലാപ്പറമ്പിൽ ദേശീയപാതയുടെ സർവീസ് റോഡിലും വിള്ളൽ. ഇവിടെ എതിർദിശയിലെ സർവീസ് റോഡ് രാവിലെ ഇടിഞ്ഞു താഴ്ന്നിരുന്നു. മലാപ്പറമ്പിൽ നിന്ന് മുഹമ്മദ് ഷംസീർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോഴിക്കോട് മലാപ്പറമ്പ് ജംഗ്ഷനടുത്ത് ദേശീയപാതയുടെ സർവീസ് റോഡിലാണ് ഞാൻ നിൽക്കുന്നത്. സർവീസ് റോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഇന്നലെയും ഇന്നുമായി പെയ്ത മഴയിൽ റോഡ് ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്ന, തകർന്നിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത്. തൊട്ടപ്പുറത്ത് ഈ സർവീസ് റോഡിൻ്റെ തൊട്ടപ്പുറത്ത് സർവീസ് റോഡിലും റോഡ് ഇടിഞ്ഞു താഴുന്ന നിലയുണ്ടായിട്ടുണ്ട്. അവിടെ ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രം എത്തിച്ചുകൊണ്ട് റോഡ് പൊളിച്ച് അവിടുത്തെ സാധനങ്ങളൊക്കെ നീക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പുറത്തും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തും റോഡിൽ വിള്ളലും തകർച്ചയും ഒക്കെ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ആ ഭാഗത്ത് ആ നിലയ്ക്കാണ് തകർന്നതെങ്കിൽ ഇവിടെ കാണുക, ഇത് റോഡിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ലെവലാണ്. അതിൽ നിന്ന് ഈ രീതിയിലേക്ക് താഴ്ന്നിരിക്കുകയാണ്. ഇത് ഈ 2 ദിവസത്തെ മഴ കൊണ്ട് മാത്രം സംഭവിച്ച കാര്യമാണ്. ഇപ്പോൾ നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന സർവീസ് റോഡാണിത്. ആദ്യഘട്ട ടാറിങ് പൂർത്തിയായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ഈ കാഴ്ചയിൽ മനസ്സിലാകുന്നത്. ഈ ഭാഗത്ത് നോക്കുക, തുടർച്ചയായി വിള്ളൽ രൂപപ്പെട്ട് കഴിഞ്ഞു. ഇതൊക്കെ വിള്ളലാണ്. ഇവിടെ അങ്ങോട്ടും റോഡിൽ കാര്യമായി തന്നെ വിള്ളലുണ്ട്. ഇത് മുകൾ ഭാഗത്ത് മാത്രമുള്ള വിള്ളലല്ല എന്നാണ് നമുക്ക് പരിശോധനയിൽ മനസ്സിലായത്. എത്ര ആഴം ഇതിലുണ്ട് എന്ന് നോക്കുമ്പോൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഈ കമ്പ് താഴ്ത്തി പരിശോധിക്കുമ്പോൾ തന്നെ ഇത്രയും ആഴത്തിൽ ഈ കമ്പ് പോകുന്ന ആഴത്തിൽ തന്നെ ഇവിടെ വിള്ളലുണ്ട്. അതിന് താഴേക്കും സ്വാഭാവികമായും ഇതിൻ്റെ ആഘാതം ഒക്കെ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണോ. ഇത്രയും ആഴത്തിൽ ഈ കമ്പിറക്കി പരിശോധിക്കുമ്പോൾ തന്നെ പ്രത്യക്ഷത്തിൽ വിള്ളൽ കാണുന്നുണ്ട് എന്നുള്ളതാണ്. തൊട്ടപ്പുറത്ത് ആ തരത്തിൽ അവിടെ റോഡ് താഴുന്നു. 10-30 സെൻറ്റിമീറ്ററോളം അവിടെ റോഡ് താണിട്ടുണ്ട്. അതേസമയം തന്നെയാണ് റോഡിൻ്റെ മറുവശത്തുള്ള സർവീസ് റോഡിലും ഈ തരത്തിലുള്ള വിള്ളലും താഴ്ചയും ഒക്കെ അനുഭവപ്പെടുന്നത്. ഇവിടെ കോൺക്രീറ്റ് വാളിന് താഴെ അണ്ടർ പാസേജാണ്, വാഹനങ്ങൾ കടന്നു പോകുന്ന മേഖലയാണ്. അതിനിടയിലാണ് ഈ തരത്തിലുള്ള ഒരു അപകടാവസ്ഥ കോഴിക്കോട് മലാപ്പറമ്പ് ദേശീയപാതയിലും ഉണ്ടായിരിക്കുന്നത്. ക്യാമറ പേഴ്സൺ മനേഷ് പെരുമണ്ണയ്ക്കൊപ്പം മുഹമ്മദ് ഷംസീർ, മീഡിയ 1, കോഴിക്കോട്.